വലിയ വാർത്തയിലേക്കാണ്, ആശ്വാസകരമായ വാർത്തയിലേക്കാണ്. SIR സമയപരിധി നീട്ടി ഡിസംബർ 16 വരെ നീട്ടിക്കൊണ്ടുള്ള തീരുമാനം വരികയാണ്. വിനീത വേണുവും ആദിൽ പാലോടും അരുൺ സോളമനും വിവരങ്ങളുമായുണ്ട്. ആദ്യം വിനീതയിലേക്കാണ്. വിനീത, ഇപ്പോൾ SIR സമയപരിധി നീട്ടിയിരിക്കുകയാണ്. എത്ര ദിവസത്തേക്കാണ് നീട്ടിയിരിക്കുന്നത്? സ്മൃതി, ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഫോമുകൾ നൽകാൻ ഡിസംബർ 11 വരെ സമയമുണ്ട്. SIR-ന്റെ സമയപരിധി നീട്ടിയിരിക്കുന്നു. അത് സംബന്ധിച്ച് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ തന്നെ ഇത്തരത്തിൽ വിവരങ്ങൾ വരികയാണ്. ഡിസംബർ 16 വരെ SIR നീട്ടിവെച്ചിരിക്കുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായി തന്നെ, ഒപ്പം സർക്കാരും ആവശ്യപ്പെട്ടിരുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത്തരത്തിൽ SIR വരുന്നത് വലിയ ഭരണസ്തംഭനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്ന് ഈ ആവശ്യം ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ്. ഡിസംബർ 11 വരെ എന്യൂമറേഷൻ ഫോം നൽകാനുള്ള സമയം നൽകിയിരിക്കുന്നു. ഡിസംബർ 16 വരെ ഇപ്പോൾ SIR നീട്ടിവെച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഫെബ്രുവരി 14-നായിരിക്കും അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കുകയും ചെയ്യുക. ഏതായാലും നിർണായകമായ തീരുമാനമാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. കരട് പട്ടിക ഡിസംബർ 16-ന് മാത്രം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്മൃതി, തീയതികൾ ഇങ്ങനെയാണ്. ഫോം തിരികെ നൽകേണ്ടത് ഡിസംബർ 11-നാണ്. കരട് വോട്ടർ പട്ടിക ഡിസംബർ 16-നായിരിക്കും. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 14-നുമായിരിക്കും പ്രസിദ്ധീകരിക്കുക. നമുക്കറിയാവുന്ന പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത്തരത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പ്രവർത്തികളുമായി മുന്നോട്ട് പോകുന്നത് BLO-മാർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. സർക്കാരിന്റെ ഭരണ സംവിധാനത്തെ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുമായിരുന്നു. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അതുകൊണ്ട് തന്നെ ഇക്കാര്യം ഉന്നയിച്ച് കത്തയക്കുകയും ഒപ്പം സുപ്രീം കോടതിയിൽ വരെ നിയമ പോരാട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെ അനുഭാവപൂർവമായ ഒരു നിലപാടിലേക്ക് എത്തുകയാണ്. പശ്ചിമബംഗാളിൽ നിന്നുള്ള പ്രതിനിധികളാണ് നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നീണ്ട നേരം ചർച്ച നടത്തിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണോ ആ തീരുമാനം ഉണ്ടായതെന്ന് അറിയേണ്ടതുണ്ട്. കേരളം അടക്കം 12 ഇടത്താണ് ഇപ്പോൾ SIR സമയപരിധി നീട്ടിയിരിക്കുന്നതെന്നുള്ളതാണ്. TV പ്രസാദ് ഉണ്ട് വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ കേരളത്തിന് ആശ്വാസകരമാണ്. BLO-മാർ ബുദ്ധിമുട്ടുന്നത് ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമുക്ക് വരികയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പും SIR-ഉം രണ്ടും കൂടി ചേർന്ന് പോകാത്ത സാഹചര്യം. ഇപ്പോൾ ആശ്വാസ വാർത്ത വരുമ്പോൾ എന്താണ് വിശദാംശങ്ങൾ? ഉറപ്പായും സ്മൃതി, 12 ദിവസത്തെ ഒരു ഇടവേള എന്ന് പറയുന്നത് BLO-മാർക്ക് അത് വലിയ ആശ്വാസമാണ്. ഡിസംബർ 4-നായിരുന്നു കരട് പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോയത്. അതിനെതിരെയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ രംഗത്ത് വരികയും ചെയ്ത് കേരളത്തിലാണ് ഇത് വലിയ പ്രതിസന്ധി ഉണ്ടായത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SIR പ്രകാരമുള്ള വോട്ടർ പട്ടിക വേണം എന്ന് തന്നെയുള്ള തീരുമാനത്തിന്റെ ഭാഗമായി BLO-മാർ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. ഒരു BLO ജീവനൊടുക്കി. മറ്റ് നിരവധി BLO-മാരുടെ കടുത്ത സമ്മർദ്ദം നമ്മളെല്ലാവരും കേട്ടതുമാണ്. ഈ ഒരു ഘട്ടത്തിലാണ് 12 ദിവസത്തെ ഇടവേള കിട്ടുന്നത്. 16-ാം തീയതിയാണ് പബ്ലിക്കേഷൻ ഓഫ് ഡ്രാഫ്റ്റ് ഇലക്ടറൽ റോൾ എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്യൂമറേഷന്റെ പീരീഡ് 11/12/2025 വ്യാഴാഴ്ച വരെ നീട്ടിയിരിക്കുന്നു. റേഷണലൈസേഷൻ അല്ലെങ്കിൽ റീ അറേഞ്ച്മെന്റ് ഓഫ് പോളിംഗ് സ്റ്റേഷൻസ് 11/12/25 അങ്ങനെ ഓരോന്നിൻ്റെയും ഡേറ്റ് സഹിതം തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സംബന്ധിച്ചുള്ള തീരുമാനം ഫൈനൽ പബ്ലിക്കേഷൻ ഓഫ് ഇലക്ടറൽ റോൾ 14/2/26, അതായത് ഫെബ്രുവരി 14-ാം തീയതിയാണ് അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് ഈ നിർദ്ദേശത്തിൽ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് BLO-മാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. എങ്ങനെ ഇത് പൂർത്തീകരിക്കും എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ടായിരുന്നു. വളരെ കുറച്ച് വീടുകളുള്ള, തൊട്ടടുത്തടുത്ത വീടുകളുള്ള BLO-മാർക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ മലയോര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ദൂരം വീടുകളുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള BLO-മാർ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. നാട്ടുകാരുടെയും മറ്റും സഹായത്തോടു കൂടിയാണ് അവർ പല കാര്യങ്ങളും ചെയ്തു പോയിരുന്നത്. അതിനിടെ ഇത് അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് വേറെയും ഉണ്ടായിരുന്നു. ആ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ നിരന്തരം അവരുമായി ബന്ധപ്പെടുന്നുണ്ട്. ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ജില്ലാ കളക്ടർമാരും തഹസിൽദാർമാരും അങ്ങനെ സംവിധാനമാകെ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടും ഇത് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഒരു വലിയ ആശ്വാസമായി ഇപ്പോൾ ഈ വാർത്ത വരുന്നത്. 12 ദിവസം കൂടി ഇടവേള കിട്ടിയിരിക്കുന്നു എന്നുള്ളത് വലിയ ആശ്വാസകരമാകുന്ന കാര്യം തന്നെയാണ്. പ്രസാദ്, ഞാൻ അതിലേക്ക് കൂടി പോകുന്നു. അതിലിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം ആശ്വാസകരമാണ്. വലിയ രൂപത്തിൽ തന്നെ SIR സമയപരിധി നീട്ടുന്നു എന്നുള്ളതാണ്. അന്തിമ പട്ടിക ഫെബ്രുവരി 14-നാണ്. ഇപ്പോൾ കേരളത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സുപ്രീം കോടതിയെ വരെ സമീപിച്ചതാണ്. പക്ഷേ കോടതി ഇക്കാര്യത്തിൽ ഇടപെടാൻ വിസമ്മതിക്കുകയായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത് പശ്ചിമബംഗാൾ കഴിഞ്ഞ ദിവസം ബംഗാൾ നേതാക്കൾ നടത്തിയ ചർച്ചയുടെ ചുവട് പിടിച്ചാണോ? അതുകൂടി പരിഗണിക്കേണ്ടി വരും. കാരണം
കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ അടക്കമുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ SIR നീട്ടിവെക്കണം എന്നുള്ളതായിരുന്നു അടിയന്തര ആവശ്യം. SIR പൂർണ്ണമായി തന്നെ മാറ്റണമെന്ന ആവശ്യം തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അടിയന്തര തീരുമാനം എന്ന നിലയിൽ SIR നീട്ടിവെക്കണം എന്നുള്ള ആവശ്യം നേരിട്ടെത്തി അറിയിച്ചിരുന്നു പശ്ചിമ ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ നേതാക്കൾ. വലിയ തർക്കത്തിലേക്ക് വരെ പോയി എന്നുള്ളതാണ് പിന്നീട് ലഭിച്ച വിവരം ഈ കൂടിക്കാഴ്ച. ഏതായാലും ഇപ്പോൾ കേരളം അടക്കമുള്ള 12 ഇടങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കാണ് ഇത് സംബന്ധിച്ചുള്ള കത്ത് നൽകിയിരിക്കുന്നത് ദില്ലിയിൽ നിന്ന്. ഛത്തീസ്ഗഡ്, ഒപ്പം ഗോവ, ഗുജറാത്ത്, കേരള, ലക്ഷദ്വീപ്, മധ്യപ്രദേശ്, പുതുച്ചേരി, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ആൻഡമാൻ നിക്കോബാർ അങ്ങനെ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സംസ്ഥാനങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നു. വളരെ പ്രധാനമാണ്, പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ പ്രധാനമാണിത്. കാരണം കഴിഞ്ഞ ദിവസം പറഞ്ഞതനുസരിച്ച് 17 BLOമാരാണ് ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തത്. ആകെ 40 പേർ ഇത് സംബന്ധിച്ചുള്ള SIR നടപടികൾ മൂലം മരിച്ചു വീണു എന്നതായിരുന്നു ഇവരുടെ പരാതി. ഏതായാലും അത് മുഖവിലക്കെടുത്തു എന്ന് വേണം ഇപ്പോൾ കരുതാൻ. മാത്രമല്ല കേരളത്തിൻ്റെതടക്കമുള്ള ആവശ്യങ്ങൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന പശ്ചാത്തലത്തിൽ ഇത് രണ്ടും കൂടി പ്രശ്നത്തിലാകുമെന്നുള്ളതാണ്. കൂടി ചെയ്യാൻ BLOമാർക്ക് കഴിയില്ല. അപ്പോൾ പലപ്പോഴും പൂർണ്ണ അർത്ഥത്തിൽ ഇത് പൂരിപ്പിക്കാതെ തന്നെ SIR ഫോമുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ പരിഹരിക്കണമെന്നുള്ളതായിരുന്നു. ഏതായാലും ഈ രൂപത്തിലേക്ക് തീയതി നീട്ടിയതോടുകൂടി ഒരു പരിധിവരെ ഈ പ്രതിഷേധങ്ങൾ അടക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിലാണ് മുഖ്യമായും കേരളത്തെക്കാൾ കൂടുതൽ പ്രതിഷേധമുണ്ടായിരുന്നത്. അവിടെയും ഇപ്പോഴും BLOമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസിന് മുന്നിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ഏതായാലും പ്രതിഷേധം തുടരും എന്നുള്ളത് തന്നെയാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്ന വാർത്തകൾ. അപ്പോഴും ഒരു പരിധിവരെ പ്രതിഷേധം അണയ്ക്കാനും കുറയ്ക്കാനും ഈ തീരുമാനത്തിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുകയാണ്. സ്മൃതി, ശരി, SIR നീട്ടിക്കൊണ്ടുള്ള തീരുമാനമാണ്. ഡിസംബർ 11 വരെ ഫോം നൽകാമെന്നുള്ളതാണ്. സമയപരിധി നീട്ടിക്കൊണ്ടുള്ള തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വരുമ്പോൾ വലിയ രീതിയിൽ ആശ്വാസകരമാണ്. ഇവിടെ BLOമാർ ഓരോ ദിവസവും ബുദ്ധിമുട്ടുന്നത് സമയപരിധിക്കുള്ളിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ബുദ്ധിമുട്ട് അക്കാര്യത്തിൽ BLOമാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ആശ്വാസകരമായ തീരുമാനം വരുന്നത്. അരുൺ സോളമൻ, പല ഭാഗത്തു നിന്നുള്ള BLOമാരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. പലയിടത്തും BLOമാർ കുഴഞ്ഞു വീഴുന്നു. അവർക്ക് ആ സമയപരിധിയിൽ പണി തീർക്കാൻ പറ്റില്ല എന്നുള്ള ആശങ്ക നിലനിൽക്കെയാണ് ഇപ്പോൾ സമയപരിധി നീട്ടിക്കൊണ്ടുള്ള തീരുമാനം വരുന്നത്. എങ്ങനെയൊക്കെയാണ് ഇതിൽ പ്രതികരണങ്ങൾ വരുന്നത് അരുൺ? സ്മൃതി, ഈ വിഷയത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിടിവാശി അത് ഏറ്റവും ഒടുവിലായിട്ട് അവസാനിപ്പിച്ചുകൊണ്ട് കൃത്യം ഒരാഴ്ച കൂടിയാണ് ഇപ്പോൾ നിലവിൽ നൽകിയിരിക്കുന്നത്. അതായത് 16-ാം തീയതിയായിരിക്കും ഇതിന്റെ കരട് പട്ടികയുടെ അന്തിമ ലിസ്റ്റ് എന്തായാലും പുറത്തു വരിക. അതിൽ ഈ ഒരാഴ്ച കൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നിലവിൽ ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും നിലവിൽ ഈ BLO നിലവിൽ എന്യൂമറൈസ് ചെയ്തിരിക്കുന്ന ഡിജിറ്റൈസ് ചെയ്തിരിക്കുന്ന ഫോമുകൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട്, അത് അപ്ലോഡ് ചെയ്യാൻ ഏറ്റവും പ്രധാനമായി ഒരു ഫോം അപ്ലോഡ് ചെയ്യാൻ 1 മിനിറ്റ് വേണമെന്നുള്ളതാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഒരു ദിവസം എടുത്താൽ പോലും പലപ്പോഴും ഈ ഫോമുകൾ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും നെറ്റ്വർക്ക് കിട്ടാത്ത പലയിടങ്ങളിലും ഇത് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്നുള്ളത് BLOമാർ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും സമയപരിധി നീട്ടിയിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതുമായി ബന്ധപ്പെട്ട് ഈ സമയപരിധി നീട്ടി നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ചും LDFും UDFും കൃത്യമായിട്ട് ഇടപെടൽ നടത്തിയിരുന്നു. പക്ഷേ ഈ 16 എന്ന് പറയുന്നത് ഈ ഒരാഴ്ച കൊണ്ട് എത്രത്തോളം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ളത് വ്യക്തമല്ല. കാരണം കുറച്ച് മുൻപ് രത്തൻ കേൽക്കർ നമ്മളോട് സംസാരിക്കുമ്പോഴും പറഞ്ഞത് അടുത്ത 4 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞതിന് തൊട്ട് മിനിറ്റുകൾ വൈകുന്നതിന് മുൻപാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് സമയപരിധി നീട്ടിയിരിക്കുന്നത്. അതായത് വരുന്ന 11-ാം തീയതി തന്നെ ഈ ഫോമുകൾ തിരികെ നൽകാനുള്ള അവസാന സമയമാണ്. ഈ 11-ാം തീയതിക്ക് ശേഷം 12 മുതൽ 15 വരെ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനുള്ള സമയമാണ്. ഏറ്റവും ഒടുവിൽ 16-ാം തീയതി ഈ കരട് പട്ടിക പുറത്തു വരും. 17-ാം തീയതി മുതൽ വരുന്ന അടുത്ത വർഷം 15-ാം തീയതി വരെ എന്തെങ്കിലും തിരുത്തലുകൾ വീണ്ടും തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിൽ അന്തിമ പട്ടിക വരുന്നതിന് മുൻപ് തന്നെ ഈ തിരുത്തലുകൾ പൂർത്തിയാക്കി ഫെബ്രുവരി മാസം 17-ാം തീയതി തന്നെ പൂർണ്ണമായിട്ടും ഇതിന്റെ ഈ കരട് പട്ടികയ്ക്ക് ശേഷമുള്ള അന്തിമ പട്ടിക വരും. അതിലെന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനുള്ള സമയമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. അതായത് കൃത്യം 1 മാസം സമയം വീണ്ടും ഉണ്ട്. ആ സമയത്തിനുള്ളിൽ തന്നെ സംസ്ഥാനത്തെ 3.5 കോടി വരുന്ന മലയാളികൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം പൂർണ്ണമായിട്ടും നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ നടത്തി വരുന്നത്. അതിൽ നിലവിൽ ഇപ്പോൾ 10 ലക്ഷത്തോളം പേർ നിലവിൽ ഇന്ന് ഈ നിമിഷം വരെ 10 ലക്ഷത്തോളം പേർ ഇപ്പോൾ തന്നെ പുറത്തായിരിക്കുന്നു. അതിൽ മരണപ്പെട്ടവരുണ്ട്, നിലവിൽ ഷിഫ്റ്റായവരുണ്ട്. ഈ ഷിഫ്റ്റായവരെ കണ്ടെത്താനുള്ള ഏറ്റവും വേഗതയിലുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ BLOമാർ നടത്തുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സാവകാശം കൂടിയാണ് സ്മൃതി ഈ കിട്ടുന്ന ഒരാഴ്ച കൂടി. ശരി, ഏതായാലും SIR സമയപരിധി നീട്ടിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വലിയ തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്.